രാജ്യത്തിന് മാതൃകയായി അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികൾക്ക് 10 രൂപ മുതൽ 20 രൂപക്ക് സമൃദ്ധി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കൊടുത്തുകൊണ്ട് രാജ്യത്തിന് മാതൃകയായി സമൃദ്ധി നടപ്പാക്കി. ആദ്യത്തെ സബ്ജക്റ്റ് നോക്കൂ. ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ അഡ്വക്കേറ്റ് എം അനിൽകുമാറിൻ്റെ അധികാരത്തിൽ ഞങ്ങൾ 2020 ഡിസംബർ അധികാരത്തിൽ കയറുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ച് 90 കോടി രൂപ കടമുണ്ടായിരുന്നെങ്കിൽ ഡിസംബർ മാസം ഇവിടെ വരുമ്പോൾ എഴുതി വെച്ചോളൂ, 1 രൂപ പോലും കോൺട്രാക്ടർമാർക്ക് കടമില്ലാതെ കടം തീർത്ത കേരളത്തിലെ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ ആകുന്നു. നോക്കൂ, ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അകത്ത് 7 സോണൽ ഓഫീസുകളുടെ അകത്ത് കൈക്കുഞ്ഞുങ്ങളുമായി ക്യൂ നിൽക്കുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റിന്, ബർത്ത് സർട്ടിഫിക്കറ്റിന്, മാരേജ് സർട്ടിഫിക്കറ്റിന്, പ്രോപ്പർട്ടി ടാക്സ് അടക്കാൻ. ചരിത്രത്തിൽ ആദ്യമായി കെ-സ്മാർട്ടിലൂടെ ഇതാ ഞങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ തീരുമാനം നടപ്പാക്കി. അത് മാത്രമാണോ, ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിലും കോവിഡായിരുന്നേ ബ്രഹ്മപുരത്ത് തീപിടിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അത് പൂങ്കാവനമാക്കി മാറ്റി. കേരളത്തിൻ്റെ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും അഡ്വക്കേറ്റ് M അനിൽകുമാറും ജില്ലയുടെ മന്ത്രി P രാജീവും അവിടെ പോയി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ക്രിക്കറ്റ് കളിച്ച് കാണിച്ചു കൊടുത്തു. 7.5 ലക്ഷം ടൺ വരുന്ന മാലിന്യം ബയോമൈനിങ്ങിലൂടെ ഇന്ത്യക്ക് മാതൃകയായി കൊച്ചിൻ കോർപ്പറേഷൻ ബയോമൈനിങ് കൊടുത്തു. മാലിന്യ സംസ്കരണത്തിന് കൊച്ചിക്കൊരു പുതിയ മുഖം. ഞങ്ങൾ 2020 ഡിസംബർ മാസം അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു റോഡുകളുടെ സ്ഥിതി, മാലിന്യങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? ഇന്ന് റോഡുകളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങളെടുത്ത് ആത്മപരിശോധന നടത്തി നോക്കിക്കോളൂ. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മാറ്റിവെച്ചാൽ നോക്കൂ, ഒരു മാലിന്യവും കൊച്ചിയുടെ തീരത്തുണ്ടായിരുന്നിട്ടില്ല കേട്ടോ.